ഓക്കെ. അപ്പോൾ ഞാൻ വിളിച്ചത് ഒരു ചെറിയ ഒരു മെൻറ്റൽസ് മാച്ച് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഒരു നോട്ട് കൂടി വന്നിട്ടുണ്ടോ? ഓക്കെ, നോട്ട് ഞാൻ ഡബിളാക്കി തയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ 20 നോട്ട് ഞാൻ ഡബിളാക്കി തയ്യാറ് ശ്രദ്ധിക്കുക. നോട്ടിക്ക് നീളത്തിൽ മടക്കുന്നു, വീണ്ടും ഒന്നുകൂടെ മടക്കി, വീണ്ടും ഒന്നുകൂടെ മടക്കി, അത്ര 3 മടക്കായില്ലേ, വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് പതുക്കെ നമ്മൾ ഇടത് കയറി വെള്ളം കയറിയിരിക്കുന്നു. ആബ്രാ കടബ്ര റാഫി കടബ്ര മന്ത്രം പറഞ്ഞ ശേഷം പതുക്കെ അതിനെ കുറിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഡബിളായിട്ട് വന്നിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ. ഓ, ഡബിളായില്ലേ? ഓക്കെ, ആ പിടിച്ചോളൂ, അച്ഛൻ തന്ന ചേട്ടനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും ഈ മാജിക് ചെയ്യാനല്ല വിളിച്ചത്. എൻ്റെ കയ്യിൽ 2 പുസ്തകങ്ങളുണ്ട്. ഒരു ജൂഡി പിക്കോട്ട് എഴുതിയ നോവൽ ആൻഡ് ഒരു കമ്പ്യൂട്ടർ പുസ്തകം. അപ്പോൾ ഇതിൽ ഏത് പുസ്തകം വെച്ചാണ് അശ്വതി വരും? ആക്ച്വലി ഇതിൽ ഏത് പുസ്തകം വെച്ചാണ് മാജിക് ചെയ്യേണ്ടത്? ഇത് വെച്ചത് മതി. ഓ, കൈ വെച്ചോളൂ. അപ്പോൾ ഇത് ശാന്തി കൈ വെച്ചോളൂ. അപ്പോൾ ഈ ബുക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കണം? ഒന്നുമില്ലല്ലോ. അശ്വതി ചെയ്യേണ്ടത്, ഞാൻ ഈ കാർഡ് വെച്ച് ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ എവിടെയാണ് സ്റ്റോപ്പ് പറയാൻ ഉദ്ദേശിച്ചത് അവിടെ സ്റ്റോപ്പ് പറയുക. അപ്പോൾ ഞാൻ ആ പേജ് സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ കാണിക്കുമ്പോൾ മുകളിലത്തെ പേജ് നമ്പരും അതിൻ്റെ താഴെയുള്ള വാക്കും വ്യക്തമായിട്ട് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ചെയ്യുന്നത് ഓക്കെ. ഇവിടെ ഓക്കെ, തോന്നല്ലേ? സ്റ്റോപ്പ് മതി. അങ്ങോട്ട് പോകണം, അവിടെ തന്നെ മതി. ഓക്കെ, അപ്പോൾ ആ പേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം ആ പേജ് നമ്പരും മുകളിലുള്ള പേജ് നമ്പരും ആ വാക്കും വായിച്ചോ. ആ, ഈ മുകളിലുള്ള പേജ് നമ്പരും ആ വാക്കും വായിച്ചല്ലോ. 2 ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇത് കൈ വെച്ചോളൂ. അപ്പോൾ ശാന്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു നമ്പറുണ്ട്, പേജ് നമ്പർ, ഒരു വാക്കും മനസ്സിലുണ്ട് അല്ലേ? അതെന്താണെന്ന് എനിക്കറിയാൻ സാധിക്കുമോ? സാധിക്കുമോ? എങ്ങനെ സാധിക്കും? അതെ, മെന്റൽ സത്തിലൂടെ ചിലപ്പോൾ സാധിക്കുമായിരിക്കാം അല്ലേ? അപ്പോൾ അശ്വതി ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കുക. ആ നമ്പർ ഒന്ന് മനസ്സിൽ നിന്ന് ഇമാജിൻ ചെയ്യുക. ആ നമ്പർ ഒന്ന് ഇമാജിൻ ചെയ്ത് ആദ്യത്തെ നമ്പർ 1 ആണോ? ഫസ്റ്റ് നമ്പർ 1 ആണോ? ഓക്കെ, രണ്ടാമത്തെ നമ്പർ ഇമാജിൻ ചെയ്ത്. രണ്ടാമത്തെ നമ്പർ 4ന്റെ താഴത്തെ 3 ആണോ? ഓക്കെ, അപ്പോൾ 1 3. ഇനി ഒരു നമ്പർ ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ ആ നമ്പർ ഒന്ന് മാറ്റിച്ചേ. അശ്വതി എവിടെ പഠിച്ചത് എവിടെയാണ് എവിടെയാണ്? കോളേജിൽ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സ്കൂൾ കാലങ്ങളിൽ എപ്പോഴെങ്കിലും കൂട്ടുകാരുടെ ഇടയിൽ 8ന്റെ പണി കിട്ടിയിട്ടുണ്ടോ? 8ന്റെ പണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ അല്ലേ? ഓക്കെ, അവസാനത്തെ ആൾക്ക് 8 ആണോ? ലാസ്റ്റ് ഡിജിറ്റ് 8 ആണോ? ഓക്കെ, അപ്പോൾ 1 3 8 ആണ് പേജ് നമ്പറല്ലേ? ഇനി അശ്വതിയുടെ മനസ്സിലെ വാക്കുണ്ട്. ആ വാക്ക് ഞാൻ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ വാക്കൊന്ന് ഇമാജിൻ ചെയ്ത് വാക്ക് ഒരു സ്വകാര്യത്തിൽപ്പെട്ടെ പ്രണയിച്ചിട്ടുണ്ടോ? എന്തേ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിക്കണം. ഇതാണ് ഒരു സ്റ്റേജിൽ വന്നിട്ട് പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് ഞാൻ പ്രണയിച്ചിട്ടുണ്ടെന്ന് പറയാം. ഈ പ്രണയം എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ പ്രണയിട്ട് പോകണ്ട. അച്ഛനെ സ്നേഹിക്കുക, അമ്മയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, സഹോദരങ്ങളെ, സമൂഹത്തെ, ഇതൊക്കെ പ്രണയം തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചത്, സാധാരണ പ്രണയിക്കുന്നവർ പറയുന്ന വാക്കുണ്ടല്ലോ, ഐ ലവ് യു. ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണോ അശ്വതി അതിൽ കണ്ട വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഐയിലാണോ തുടങ്ങുന്നത്? ആണോ? എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ആ വാക്കിനെ പറയാൻ പോകണം. ഒന്ന് ഇമാജിൻ ചെയ്യ വാക്കുകൾ. ഈസ് ആൻ ഇന്റലിജന്റ് മാൻ. അതാണോ വാക്ക്? ആണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പേജ് നമ്പർ 138 ബുക്കിൽ കണ്ട ആ വാക്ക് ഈസ് ആൻ ഇന്റലിജന്റ് മാൻ അല്ലേ? അപ്പോൾ ഇനി അശ്വതി ചെയ്യേണ്ടത് ആ പുസ്തകം തുറന്നിട്ട് ആ വാക്കൊന്ന് വായിച്ച് ബോധ്യപ്പെടുത്തുക. എങ്ങനെ അപ്പേക്കില്ലേ? അതെന്താ അശ്വതി ആ പേജിൽ അശ്വതി കണ്ടത്? അശ്വതി വായിച്ചതല്ലേ 138 പേജ് നമ്പർ? പിന്നെ ഞാനിപ്പോൾ തിരിച്ചപ്പോൾ പേജാണോ? ആണോ? അശ്വതി കുഴപ്പമില്ല. ഒരു റയറായിട്ട് കിട്ടുന്നൊരു ബുക്കാണ്.
മേടിച്ചു തരിക, അല്ലെങ്കിൽ 850 രൂപ തരുന്നത് ഞാൻ മേടിച്ചോളാം. ഓട്ടെ, പുസ്തകം പോയി കഴിഞ്ഞു. ശാന്തി, ആ പുസ്തകം തുറന്നു പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാകുമോ അല്ലേ? ഇന്ത്യജന്മ 138. പേജ് നമ്പർ 138 ഇസ് ആൻഡ് ഇന്റലിജന്റ്. ഈ ബുക്ക് വെച്ചോളൂ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ കീറി നോക്കട്ടെ. നോക്കിക്കോളൂ, ഇതിൽ നിന്ന് കീറി ആണോ? ഇത് ഞാൻ കാണാതെ എപ്പോഴോ അശ്വതി ഇത് കീറി ശാന്തിയുടെ ബുക്കിനകത്ത് വെച്ചു. അതാണ് ഇവിടെ മാച്ച് സംഭവിച്ചത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, താങ്ക് യു. പൈസ ഉണ്ടേ? ഡബിൾ ചേട്ടൻ ഡബിൾ കൊടുത്താൽ സ്വീകരിക്കൂ. അവിടെ വെച്ച് ചോദിക്കും അല്ലേ? അപ്പൊ ശരി, കുഴപ്പമില്ല, നമുക്ക് വേറെ വകുപ്പ് ചെയ്യാം. അശ്വതി ഇതിങ്ങനെ കൈയിട്ടോളൂ. ഓക്കെ, അങ്ങനെ ഇട്ടോളൂ. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ബുക്ക് പാടുണ്ട്. ഓക്കെ, ഒരു ബുക്ക് പാട് എൻ്റെ കയ്യിലുണ്ട്. ഇതിനകത്ത് കുറേ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പേരുണ്ട്. എല്ലാം വേറെ വേറെ പേരുകളാണ് അല്ലേ? എല്ലാം വേറെ വേറെ പേരുള്ള ഒരു ബുക്ക് പാടുള്ളത്. അശ്വതി കൈ ഇങ്ങനെ നൂത്ത് വെച്ചോളൂ. നൂത്ത് വെച്ചതിന് ശേഷം ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഉയർത്തി നോക്കുക. ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന ഏത് ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിളിൻ്റെ പേരാണ് അത് മാത്രമേ മനസ്സിലായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ, 1, 2 and 3. ഓക്കെ, കണ്ടല്ലോ. ഇപ്പോൾ അശ്വതിയുടെ മനസ്സിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിളിൻ്റെ പേരുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്ത് ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒന്ന് നോക്കട്ടെ. അപ്പോൾ വിന്നേഴ്സ് എന്ന് പറയുന്നത് 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ അത് വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. പരാജയപ്പെട്ടാൽ ആരും പിന്നെ ഒന്നും പറയരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിന് അശ്വതി അതിനകത്ത് കണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഒന്ന് പൊക്കി നോക്കാം. ആണോ? ഓറഞ്ചാണോ അത് കണ്ടത്? ഓക്കെ, താങ്ക് യു. കൊണ്ടുപോകും. പൈസ വേണ്ടേ? പൈസ വേണ്ടേ? ഓറഞ്ച് മതിയോ? അപ്പോൾ ചേട്ടന് പറഞ്ഞു കൊടുത്താൽ മതിയോ? ഒന്ന് അടച്ചേ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ അശ്വതി ഒന്നിരിക്കും. അപ്പോൾ ശാന്തി കൊടുക്കും. അശ്വതി കൊണ്ട് ചെറിയൊരു മാച്ച് കൂടെ കാണിക്കാൻ എനിക്ക് ഒരാഗ്രഹം. അശ്വതി മാരീഡാണോ? എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളല്ലേ? ഓക്കെ, എൻ്റെ കയ്യിൽ ക്ലാസ് ഉണ്ട്. ക്ലാസ് കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ക്ലാസ് ഒഴിക്കാം. ഇങ്ങനെ ദൂരോട്ട് അശ്വതി ഇത് നല്ലൊരു പാട്ടാണ്. നല്ല ഏതെങ്കിലും സോങ് മതി. ഞാനും അശ്വതി ചെറിയ ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കാണ് ഞാൻ ചെയ്യുമ്പോൾ ചെയ്താൽ ഒരു ഏതെങ്കിലും പാട്ടിടാം. ഒരു മ്യൂസിക് ഇട്ടാലും മതി, കുഴപ്പമില്ല.
മച്ച്. അപ്പോൾ അടുത്ത രണ്ടാമതുമായിട്ട് ഞാൻ വീണ്ടും ചില മെന്റൽസ് മേച്ചുകൊണ്ട് വരുന്നത്. എല്ലാവർക്കും നന്ദി.